ശ്രേയ ചേച്ചി നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പല പ്രമുഖന്മാരുടെയും തലകൾ ഉരുളുകയാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇന്ന് മീനു മുനീർ എന്ന് പറഞ്ഞ നടി വെളിപ്പെടുത്തലുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് മുകേഷിനെ കുറിച്ചാണ്. മുകേഷ് വളരെ ഹീനമായി തന്നോട് പെരുമാറി പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തി എന്നാണ് മീനു മുനീർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് ഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണം മീനു മുനീർ ഉന്നയിച്ചിരിക്കുന്ന വേറൊരു നടനുണ്ട്. അയാള് ജയസൂര്യയാണ്. ജയസൂര്യ മീനു മുനീറിനെ ബാലചന്ദ്ര മേനോന്റെ സെറ്റിൽ വെച്ച് ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് കടന്നു പിടിക്കുകയും മീനു മുനീറിനെ ചുംബിക്കുകയും ചെയ്തു എന്നിട്ടാണ്. അതിനുശേഷം ഫ്ലാറ്റ് ഉണ്ട്, ഫ്ലാറ്റിലേക്ക് പോകാം എനിക്ക് തിരുവനന്തപുരത്ത് എന്ന് പറയുകയും ചെയ്തു. ആ ട്രോമയിൽ നിന്ന് താൻ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല എന്ന് മീനു മുനീർ പറയുന്നു. പോരാത്തതിന് ധാരാളം ആൾക്കാർക്കെതിരെ അവർ ആരോപണവുമായിട്ട് രംഗത്തെത്തുന്നുണ്ട്. അമ്മയിൽ അംഗത്വം നൽകണമെങ്കിൽ സഹകരിക്കണം എന്ന് മുകേഷ് പറഞ്ഞു എന്നാണ് മീനു മുനീർ പറഞ്ഞത്. അങ്ങനെ സഹകരിക്കാതെ അംഗത്വം നൽകിയത്. നേരത്തെ ഈ ആരോപണം നമ്മൾ വേറൊരു യുവതി പറയുന്നത് കേട്ടു. പക്ഷെ അത് ഇടവേള ബാബുവിനെതിരെയാണ്. പക്ഷെ അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് കെട്ടിച്ചമയ്ക്കപ്പെട്ട ഒരു ആരോപണം എന്ന്. കാരണം വ്യത്യസ്തമായിട്ടുള്ള യുവതികൾ വന്നിട്ട് വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ, അതും ഈ അമ്മയിൽ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്താൽ അമ്മയിൽ നിങ്ങൾക്ക് അംഗത്വം നൽകാമെന്ന് പറയുമ്പോൾ ആ ആരോപണം വളരെ സത്യമാണ് എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം മുകേഷ് ടെസ് ജോസഫ് എന്ന് പറയുന്ന ഒരു യുവതി ആരോപണം ഉന്നയിച്ചിരുന്നു. ആ യുവതി 19 വർഷം മുമ്പ് കാസ്റ്റിംഗ് ഡയറക്ടറായിരുന്നപ്പോൾ കോടീശ്വരനിൽ ഇയാളെ കൊണ്ട് ശല്യം സഹിക്കാൻ വയ്യായിരുന്നു, ഇയാൾ ഹോട്ടലിലെ ഗിരിരാജൻ കോഴിയായിരുന്നു എന്നാണ് ടെസ് ജോസഫ് പറഞ്ഞിരുന്നത്. മുകേഷ് രാത്രി വിളിച്ച് ശല്യപ്പെടുത്തുമായിരുന്നു. അപ്പൊ മുകേഷ് അതിന് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, ഞാൻ ഫോണിൽ വിളിക്കുമ്പോൾ അവർ എടുത്തിട്ട് പോലുമില്ല, പിന്നെ എങ്ങനെയാണ് ഞാനാണെന്ന് അറിയാനായിട്ട് സാധിക്കുക എന്നാണ് മുകേഷ് പറഞ്ഞത്. ആ എന്നിട്ട് വേറൊരു കാര്യം നമ്മൾ ആലോചിക്കണം. ചുമ്മാ പിള്ളേർക്ക് കുത്തിക്കളിക്കാനല്ലല്ലോ ഈ കോളർ ഐഡിയും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അതിനകത്ത് ആരുടെ നമ്പറാണ് വരുന്നതെന്ന് അറിയാനായിട്ട്. അപ്പൊ ഈ സാമാന്യമായിട്ട് പറയുന്ന കാര്യങ്ങളിലെല്ലാം വസ്തുതാപരിതമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയായി മുകേഷ് മാറിക്കഴിഞ്ഞു. അപ്പോ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ജയസൂര്യയും ഇപ്പൊ ബാബുരാജ് ഒരു യുവതിയെ ക്രൂരമായിട്ട് വീട്ടിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു, കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന് പറയുന്നു. അമ്മ ജനറൽ സെക്രട്ടറി ആയിട്ട് സിദ്ദിഖ് വന്നു, സിദ്ദിഖ് പുറത്തുപോയി. അതിനുശേഷം ബാബുരാജ് പറഞ്ഞു ഈ സംഘടന അങ്ങനെ എങ്ങനെയൊന്നും തളരില്ല, ഞാൻ വരുമെന്ന് പറഞ്ഞു. ഇപ്പൊ ബാബുരാജിന്റെയും അണ്ടം കീറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി വരാനിരിക്കുന്നത് മോഹൻലാലാണ്. ലാലേട്ടൻ പാവം, നമുക്ക് ലാലേട്ടനെ വെറുതെ വിടാം. കാരണം ലാലേട്ടൻ അദ്ദേഹം വന്നോട്ടെ, അദ്ദേഹം വാർത്താ സമ്മേളനമൊക്കെ നടത്തിക്കോട്ടെ. അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി കഴിഞ്ഞ് അദ്ദേഹം എന്താണ് പറയുന്നത് എന്നുള്ള വാക്കുകൾ കേൾക്കാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എല്ലാവരും. അപ്പൊ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇവരെല്ലാവരെയും മാറ്റി നിർത്താം. സിനിമ സെറ്റിൽ ഇതെല്ലാം എന്താണ് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പല യുവതികൾ തന്നെ പറയുന്നു. വന്ന് പറയും ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണെന്ന് അവരതിനെ നിസ്സാരവൽക്കരിക്കുന്നത്. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, അവിടെ സ്വാഭാവികമായിരിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ആഭാസം, മുകേഷ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഒരു ആഭാസം, ഇയാൾ ഒരു ജനപ്രതിനിധിയായിട്ടിരിക്കാൻ ഇയാള് യോഗ്യനാണോ? ഇയാൾ രാജിവെച്ച് പുറത്തു പോകേണ്ടതല്ലേ? കാരണം ഇത് ഞാൻ പറയാനുണ്ടായ കാരണം, ഇയാളെക്കുറിച്ച് ഇയാൾ തന്നെ വളരെ വാചാലനാകുമ്പോൾ ഇയാളുടെ പഴയ ഭാര്യ സരിത വന്ന് നടത്തിയ ഒരു വെളിപ്പെടുത്തലുണ്ട്. ഇയാളുടെ പഴയ ജീവിതത്തിൽ മേതിൽ ദേവിക എന്ന് പറയുന്ന യുവതി ഇയാൾ അതിക്രൂരമായിട്ട് മാനസികമായിട്ട് പീഡിപ്പിച്ചിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷെ അത് അവർ തുറന്നു പറയാൻ സമ്മതിച്ചിട്ടില്ല. ഗാർഹിക പീഡനം ഉണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായെന്നും ഇല്ലെന്നും അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ പേഴ്സണലായിട്ട് പല ആൾക്കാരോടും ഗാർഹിക പീഡനം ഉണ്ടായെന്ന് പറയുന്നു. അപ്പോഴാണ് സരിതയുടെ ഈ തരത്തിലുള്ള ഇയാളെ കുറിച്ചുള്ള ആരോപണങ്ങൾ ചർച്ചയായത്. കള്ളു കുടിച്ച് വീട്ടിൽ വന്ന ആക്രമണം, ഭാര്യയെ തല്ലൽ, അത് കഴിഞ്ഞ് അശ്ലീലമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കൽ, വീട്ടിൽ മക്കളെ അടക്കം നോക്കാത്ത സാഹചര്യം, അങ്ങനെ തികച്ചും മുകേഷിന്റെ ഒരു വികൃത മുഖമാണ് സരിത ആ സമയത്ത് പുറത്തു വെച്ചത്. അപ്പൊ സ്വന്തം കുടുംബത്തോട് പോലും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരാള്, സമൂഹത്തിൽ സ്ത്രീകളെ ഒരു വിൽപ്പന ചരക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഭോഗ വസ്തുവായിട്ട് മാത്രം കാണുന്ന ഒരു വ്യക്തി, ഈ വ്യക്തി CPM-ന്റെ MLA ആയിട്ട് ഇരിക്കുകയാണ്. ഇയാൾ രാജിവെച്ച് പുറത്തു പോകേണ്ടത് അനിവാര്യതയെ. ധനുഷ, ഇത്രയും കാലം രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ CPM-ന്റെ ഏത് നേതാവാണ് സ്ത്രീയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളെ രാജിവെച്ചിട്ടുള്ളത്? ഇനി അഥവാ രാജിവെച്ച് പുറത്തു പോകേണ്ട ഏതെങ്കിലും സാഹചര്യം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ വേറെ സ്ഥലത്തേക്ക് അവരോധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. P ശശിയെയും PK ശശിയെയും ഉൾപ്പെടെയുള്ളവരുടെ കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. പാർട്ടിക്ക് വേണ്ടി അന്വേഷണ കമ്മീഷനെ വെച്ചത് തീവ്രതയുള്ള പീഡനമാണോ അല്ലയോ എന്നൊക്കെ നോക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. രാഷ്ട്രീയക്കാരുടെ ഇടയിലെ ധാർമ്മികത നശിച്ചു പോകുന്നു എന്ന ആരോപണം ഇപ്പോഴുള്ളതല്ല. രാഷ്ട്രീയക്കാരുടെ ഇടയിൽ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. ഇവിടെ സിനിമാ നടന്മാരായ രണ്ടുപേർ, ഇത് മാത്രമല്ല ഗണേഷിനെ സംബന്ധിച്ചും ആരോപണം ഉയരുന്നുണ്ട്. രണ്ടുപേർ, ഒരാൾ മന്ത്രിയും ഒരാൾ MLA-യും ആയിരിക്കുന്ന സ്ഥലത്താണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. വീണ്ടും അദ്ദേഹത്തിന് സീറ്റ് കൊടുത്ത സാഹചര്യമുണ്ട്. ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് സർക്കാർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തുകൊണ്ടാണ് കഴിഞ്ഞ 4 വർഷങ്ങളായി ഇത് അവിടെ വെച്ചുകൊണ്ടിരുന്നതെന്നും
അതിനുശേഷം വിവരാവകാശ കമ്മീഷനിലേക്ക് പരാതിയുമായി വരുമ്പോൾ ആ വിവരാവകാശ കമ്മീഷനിലേക്ക് വിവരം ചോദിച്ചുകൊണ്ട് അപേക്ഷ അയച്ച എത്രാമത്തെ തവണയാണ് ഇത് കൊടുത്തത്? അവസാനം ഒരു നിവൃത്തിയുമില്ലാതെയാണ് സജി ചെറിയാൻ അടക്കമുള്ളവർ ഇത് പുറത്തുവിടാൻ തയ്യാറായത്. അപ്പോഴും പറയാത്ത വിവരാവകാശ കമ്മീഷൻ പറയാത്ത പാരഗ്രാഫുകൾ വെട്ടിമാറ്റിക്കൊണ്ട് ഇവർ ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതിന്റെ ഉത്തരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം പോലും ഉയർന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ പ്രതിരോധിക്കുമ്പോഴും വളരെ ബലം കുറഞ്ഞ ഒരു പ്രതിരോധമായിരുന്നു മുകേഷ് നടത്തിയത് നമുക്ക് കണ്ടതാണ്. മുകേഷ് പറഞ്ഞതപ്പോഴെന്താണ്? ചോദിക്കുമ്പോൾ ചിന്ത വർത്താനം പറയുന്ന പോലെ, അതായത് ചിന്തയാണ് സാധാരണഗതിയിൽ ഇത്തരത്തിൽ ചോദിക്കുന്നതിനല്ല. അരി എത്ര എന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്ന് ഉത്തരം പറയുന്ന ചിന്തയുണ്ട്. ആ മരുന്നിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ചോറിനെ പറ്റി പറയുന്നു, അങ്ങനെ പൊതുച്ചോറിനെ പറ്റി പറയുന്നു, അങ്ങനെ പറയപ്പെടുന്ന ഒരാളാണ് ചിന്ത. ഇപ്പൊ നമുക്ക് മനസ്സിലായത് അതേപോലെ ഒരു മറുപടിയാണ് കഴിഞ്ഞ ദിവസം പീഡനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾക്കായി മറുപടിയായി പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? എന്റെ അമ്മയും അമ്മൂമ്മയും ഒക്കെ കലാരംഗത്തുള്ളവരാണെന്ന്. അതുകൊണ്ട് അത് പീഡിപ്പിക്കാനുള്ള ലൈസൻസ് ആണോ? അഥവാ ഇനി അല്ലെങ്കിൽ അത്തരത്തിലുള്ളവർ പീഡിപ്പിക്കില്ല എന്നാണ്. ഏതായാലും മുകേഷിനെ കുറിച്ച് ഉയർന്നത് ഗുരുതരമായ ആരോപണമാണ്. ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ മുകേഷും അതുപോലെ തന്നെ ഗണേഷും ഒക്കെ രാജിവെച്ച് പോകേണ്ടതാണ് എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. ഇപ്പോ നമ്മുടെ മുന്നിൽ തന്നെ നിവർത്തികേട് കൊണ്ടാണ് രാജിവെക്കേണ്ടി വന്ന ഒരാളാണ് രഞ്ജിത്ത്. രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ അവസാന നിമിഷം വരെ നടത്തിയ ശ്രമങ്ങൾ, സാംസ്കാരിക വകുപ്പ് മന്ത്രി നടത്തിയ ശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. അവസാനം ഒരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോഴാണ് രാജിയിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും നമുക്ക് ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്, ഇവരാരും രാജിവെക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് രാഷ്ട്രീയക്കാർ. അഥവാ രാജിവെക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത്രയേറെ വലിയ രീതിയിലുള്ള ജനരോഷം ഉണ്ടാകാതെ രാജിവെക്കാനുള്ള സാധ്യതയില്ല. കഴിഞ്ഞ ദിവസം തന്നെ മുകേഷിന്റെ വീട്ടിലേക്കും രഞ്ജിത്തിന്റെ വീട്ടിലേക്കും ഒക്കെ ചില പ്രവർത്തകർ, BJP ആണെന്ന് തോന്നുന്നു, ചിലർ BJP യൂത്ത് കോൺഗ്രസും, രണ്ട് രാഷ്ട്രീയക്കാരും അത്തരത്തിലുള്ള ഒരു പ്രകടനമൊക്കെ നടത്തിയിരുന്നു. നമുക്കറിയാം, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മുഖ്യമന്ത്രി നേരത്തെ ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി ഏത് രീതിയിലാണ് ആക്രമിക്കാൻ ശ്രമിച്ചത്? അതും നാട്ടിലുള്ള എല്ലാവർക്കുമെതിരെ ആരോപണം ഉന്നയിക്കുകയും വാക്കുകൾ മാറ്റിപ്പറയുന്ന ഒരു സ്ത്രീയുടെ വാക്കുകൾ വെച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയെ ഉപദ്രവിക്കാൻ നടത്തിയ ശ്രമങ്ങൾ നമുക്കറിയാം. അതിനുശേഷം PC ജോർജ് അടക്കമുള്ളവർ 10 മിനിറ്റ് കൊണ്ടാണ് PC ജോർജിനെതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്യുകയും PC ജോർജിനെ ജയിലിൽ അടയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അത് കോടതിയിൽ ഫലപ്രദമായി തെളിയിക്കാനായതുകൊണ്ടാണ് PC ജോർജിന് ആ വിഷയത്തിൽ ജാമ്യം കിട്ടിയത്. അപ്പൊ നമുക്കറിയാം, ഒരു തെളിവുകളും ഇല്ലെങ്കിലും മറ്റുള്ള രാഷ്ട്രീയക്കാരെ എതിർക്കാനും മറ്റുള്ള രാഷ്ട്രീയക്കാർക്കെതിരെയുള്ള ആയുധമാക്കാനും ഇവർക്ക് കേസെടുക്കാൻ അറിയാം. എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഉമ്മൻചാണ്ടിയെ എറിഞ്ഞത് കഥ വരെ നമ്മൾക്കറിയാം. ഒരു പൊതു രംഗത്ത് അദ്ദേഹം ഒരു പ്രവർത്തനത്തിന് പോകുമ്പോൾ അദ്ദേഹം ആയതുകൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിന്റെ മകളെ കുറിച്ച് നിയമസഭയിൽ അതിനീചമായ മകളുടെ കുട്ടിയുമായി ബന്ധപ്പെട്ട പിതൃത്വത്തെ സംബന്ധിച്ചൊക്കെ അതിനീചമായ തരത്തിലുള്ള ഒരു പ്രവചനവും വെളിപ്പെടുത്തലും ഒക്കെ നടത്തിയ ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. പിന്നീട് അത് നിയമസഭാ രേഖകളുടെ ഭാഗമാകേണ്ടതാണ്. നിയമസഭാ രേഖകളിൽ നിന്ന് പിന്നീട് നീക്കം ചെയ്യുകയായിരുന്നു. ഇത്തരത്തിൽ ഏറ്റവും മോശമായ രീതിയിൽ സ്ത്രീകളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സംഘടനയാണ് CPM. അവിടെ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നുവെന്നാണോ? ഒരിക്കലും നീതി പ്രതീക്ഷിക്കാൻ യാതൊരു തരത്തിലുള്ള സാധ്യതയുമില്ല. ഇപ്പോ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കും, അല്ലെങ്കിൽ ഈ സ്ത്രീകളെ ഒതുക്കാനുള്ള എന്തെങ്കിലും മാർഗം ചെയ്യും. ഇപ്പോ നടത്തിയിരിക്കുന്നത് ഇപ്പൊ ഒരു അല്ല, കമ്മീഷൻ. സ്ത്രീകളെ ഒതുക്കാനുള്ള മാർഗങ്ങൾ നേരത്തെ തന്നെ തുടങ്ങി കഴിഞ്ഞു. ഇപ്പൊ രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ആ ബംഗാളി നടി വന്ന് തന്റെ നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട്. പീഡനമല്ല അത്, മറിച്ച് അദ്ദേഹം നടത്തിയത് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവ വൈകൃതമാണ്, സ്വഭാവത്തിന്റെ ഒരു ദൂഷ്യമാണ് എന്നുള്ള രീതിയിലേക്ക് മയപ്പെടുത്തിയിട്ടുണ്ട്. അവരും കമ്മ്യൂണിസ്റ്റുകാരിയാണ്, രഞ്ജിത്തും കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പൊ എനിക്ക് പറയുന്നത്, സർക്കാരിന് ഇതിലിപ്പോ ഏതെങ്കിലും ഒരു തരത്തിൽ നടപടി എടുത്ത് മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിൽ ഇരയാകാൻ പോകുന്നത് സിദ്ദിഖ് ആയിരിക്കുമെന്നാണ് എനിക്ക് അതിഭീകരമായിട്ട് തോന്നുന്നത്. കാരണം സിദ്ദിഖിനെ നമ്മുടെ ഇടവേള ബാബു അടക്കമുള്ള ആൾക്കാരെ വളരെ വലിയ രീതിയിൽ ഇപ്പൊ പോലീസ് കേസെടുക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്, നിയമോപദേശങ്ങൾ തേടിയിട്ടുണ്ട്. സിദ്ദിഖിനെതിരെ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു കാര്യം ഇപ്പോ കേരള പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. ഇവിടെ രഞ്ജിത്ത് സേഫാണ്. ഈ മുകേഷ് എന്ന് പറയുന്ന നടൻ, അയാള് ഒരു തരത്തിലും ഈ കാര്യങ്ങൾ അംഗീകരിച്ചു തരാൻ തയ്യാറല്ല, രാജിവെക്കില്ല എന്നുള്ള ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ രാജിവെക്കാനായിട്ട് പോകുന്നില്ല, ഈ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയേ ഇല്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതേസമയം ഗുരുതരമായിട്ടുള്ള ഹീനമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇയാൾക്കെതിരെ ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. തീർച്ചയായും അവസാനം ഞാൻ കേട്ട ഒരു ഇരയുടെ വെളിപ്പെടുത്തൽ അനുസരിച്ചാണെങ്കിൽ ബലാത്സംഗ ശ്രമത്തിന് മുകേഷിനെതിരെ കേസെടുക്കേണ്ടതാണ്. അവർ ബലാത്സംഗം നടന്നു എന്ന് പറയുന്നില്ല, പക്ഷെ ബലാത്സംഗ ശ്രമം നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ അവർ വ്യക്തതയോടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മുകേഷിനെതിരെ അത്തരത്തിൽ കേസെടുക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊന്നും കേസെടുക്കാൻ CPM-ന് ഒരു പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും എന്താണ് ചെയ്തത്? ഒരു അന്വേഷണ കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ അന്വേഷണ കമ്മീഷൻ 1,06,00,000 രൂപ ചെലവാക്കി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഈ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ഹേമ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു കമ്മീഷനായി അത് രൂപീകരിക്കാതിരുന്നത്? അതിൽ തന്നെ ഇരട്ടത്താപ്പല്ലേ. ഇനി ആ കമ്മിറ്റി 2017 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2019 ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കിട്ടി. ആ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് ഇത്രയും കാലം മറച്ചു വെച്ചത്?
ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ സ്ത്രീകളോട് കാണിച്ച അങ്ങേ അറ്റത്തെ തോന്നിവാസമല്ലേ കേരളത്തിലെ സർക്കാർ ചെയ്തത്? ഈ 4 വർഷം കൊണ്ട് എത്രയോ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ സർക്കാർ ഒന്നാം പ്രതിയാകണം, ആഭ്യന്തര വകുപ്പ് ഒന്നാം പ്രതിയാകണം. ഇത്രയും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് കിട്ടിയിട്ട് നിരവധി സ്ത്രീകൾ ലൈംഗിക പീഡനത്തിനിരയായി എന്ന ഒരു റിപ്പോർട്ടും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ബന്ധപ്പെട്ട് കിട്ടുമ്പോൾ ആ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ വ്യക്തത വരുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? 4 അല്ല, വർഷമായി അതിൽ ഏറ്റവും അവിടെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചേച്ചി അത് മാത്രമല്ല, ഈ റിപ്പോർട്ട് മേശപ്പുറത്ത് ഇരിക്കുമ്പോഴാണ് ഇതുപോലുള്ള ആഭാസന്മാരെയൊക്കെ MLA മാരും മന്ത്രിമാരൊക്കെ ആയിട്ട് സർക്കാർ അതെ അവരോധിക്കുന്നത് എന്നാണ് അതെ ഏറ്റവും അതെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീർച്ചയായും. കാര്യം. ഈ റിപ്പോർട്ട് വിശ്രമിക്കുമ്പോഴാണ് ഗണേശനെ മന്ത്രിയാക്കുന്നത്, മുകേഷിന് സീറ്റ് നൽകുന്നത്. ഇതൊക്കെ ഈ റിപ്പോർട്ട് കയ്യിലിരിക്കുമ്പോഴല്ലേ? എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വിടാതിരുന്നത് എന്നുള്ളതിന് ഉത്തരമല്ലേ അത്? യഥാർത്ഥത്തിൽ എന്താണ് ഈ കമ്മീഷൻ ചെയ്തത്? കഴിഞ്ഞ 4 വർഷങ്ങളായി ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയപ്പോൾ ഒരു കമ്മിറ്റി എങ്കിലും വിളിച്ചു ചേർത്ത് ഇനി അങ്ങനെ ചെയ്യരുത്, ഇത്രയും ഗുരുതരമായ റിപ്പോർട്ടുകൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്ന് സർക്കാർ ഒരു മീറ്റിംഗ് എങ്കിലും വിളിച്ചു പറഞ്ഞിരുന്നുവെങ്കിൽ, സിനിമാക്കാരെ ഒന്ന് ഇൻഫോം ചെയ്ത് ഒരു മീറ്റിംഗ് നടത്തിയിരുന്നുവെങ്കിൽ എത്രയോ സ്ത്രീകൾ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയേനും. കഴിഞ്ഞ അതെ. കാലഘട്ടത്തിൽ കഴിഞ്ഞ 4 വർഷമായി ഇത്തരത്തിൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുകയായിരുന്നില്ലേ? സ്ത്രീകളെ സർക്കാരും അങ്ങനെ തന്നെയല്ലേ കണ്ടത്? ഈ സിനിമാക്കാർ കാണുന്ന മാംസക്കച്ചവടത്തിന് വേണ്ടി കാണുന്നത് പോലെ തന്നെയല്ലേ കേരളത്തിലെ സർക്കാർ കണ്ടത്? എന്തെങ്കിലും ആത്മാർത്ഥത ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ സർക്കാർ അന്ന് പ്രതികരിക്കേണ്ടതല്ലേ? ഇപ്പോ ഒരു തീരെ നിവൃത്തിയില്ലാതെ ഒരു കമ്മീഷനെ രൂപീകരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. അതിൽ തന്നെ കേസെടുക്കാൻ നിയമപരമായി FIR രജിസ്റ്റർ ചെയ്തുകൊണ്ടല്ല കേസെടുക്കുന്നത്. പ്രാഥമിക അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്വേഷണം നടത്തുന്നത്. പലരും ഇത്തരം അന്വേഷണങ്ങളിൽ മൊഴി കൊടുക്കാൻ വരികയോ കേസ് കൊടുക്കാൻ വരികയോ ചെയ്യില്ല. കാരണം പറഞ്ഞ പോലെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് ഇപ്പോൾ പലപ്പോഴും പുറത്ത് വന്ന് ഇപ്പൊ പറയുന്നത്. അവർക്ക് ജയസൂര്യക്കെതിരെ ഒരു ആരും ആരോപണം ബന്ധമുണ്ടല്ലോ ചേച്ചി, ആ ആരോപണത്തിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? ജയസൂര്യ ഇതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എനിക്ക് ജയസൂര്യക്കെതിരെയുള്ള മനസ്സിലായില്ല. ആരോപണം, ജയസൂര്യക്കെതിരെ ഒരു ആരോപണം ജയസൂര്യ ഇതുവരെ വരുന്നുണ്ടല്ലോ. പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജയസൂര്യയെ ആ കുറിച്ച് ആരോപണം തെളിഞ്ഞും ഒളിഞ്ഞും ഒക്കെ വന്നിട്ടുണ്ട്. മാത്രമല്ല ജയസൂര്യയെ കുറിച്ച് വളരെ മോശകരമായ, പലപ്പോഴും സിനിമാ രംഗത്തു നിന്ന് തന്നെ പലരും ജയസൂര്യയെ കുറിച്ച് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ഒരാളാണ് എന്ന തരത്തിലുള്ള പല പരാമർശങ്ങളും നടത്തിയിരുന്നു. പക്ഷെ ഇത് പൊതുരംഗത്തേക്ക് വരുന്നത് നമുക്കറിയില്ലല്ലോ. സിനിമാക്കാരുടെ കഥകളാവുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുകയാണെങ്കിൽ സിനിമാക്കാരുടെയും സെലിബ്രിറ്റിയുടെയും കഥകൾ ഞാൻ പകുതി മാത്രമേ വിശ്വസിക്കാറുള്ളൂ. കാരണം എപ്പോഴും ആരോപണ വിധേയരാകുകയും എന്തെങ്കിലും കാരണം കൊണ്ട് ആരോപണ വിധേയരാകുകയും ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ കേൾക്കുന്ന കഥകളിൽ പകുതിയെ നമ്മൾ വിശ്വാസത്തിലെടുക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ, കാരണം നമുക്കറിയാം നമ്മളെ കുറിച്ച് പറയുന്ന കഥകൾ എത്രമാത്രം സത്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും അത്തരത്തിലുള്ള കഥകൾ നമ്മൾ പലപ്പോഴും വിശ്വസിക്കാറില്ല. സിനിമാ താരങ്ങളെ കുറിച്ച് പറഞ്ഞാൽ കൂടുതലും നമ്മൾ വിചാരിക്കുന്ന അവരുടെ സെലിബ്രിറ്റി സ്റ്റാർഡവും അവർ സമൂഹത്തിലൊക്കെ ഇറങ്ങി നടക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എന്നാണ്. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പൊ നമുക്കൊരു ഓതന്റിക് റിപ്പോർട്ടാണ്. അത് നിരവധി സ്ത്രീകൾ, 62ഓളം സ്ത്രീകൾ മൊഴി കൊടുക്കാൻ തയ്യാറായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിക്ക് ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് കൂടുതലും ഇതിൽ ഇരകളാക്കപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതായത് മറ്റുള്ളവരും ഇരകളാക്കപ്പെട്ടിട്ടുണ്ട് എന്നല്ല, മറ്റുള്ളവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റു മേഖലകളിലേക്ക് പോവുകയും അവർ രക്ഷപ്പെടുകയും ചെയ്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ പുറത്തു പറയുന്നുണ്ടാവില്ല, പലപ്പോഴും മിണ്ടാതിരിക്കുന്നുണ്ടാവും. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഒരു സംഘടനയിലേക്ക് ആ സംഘടനയിൽ അംഗത്വം എടുക്കാനുള്ള മാനദണ്ഡമാണോ ശരീരം കൊടുക്കുക എന്നുള്ളത്? അതും ഒരു തൊഴിലാളി സംഘടന, അവിടുത്തെ മുഴുവൻ ആൾക്കാരും ചേർന്നുണ്ടാക്കുന്ന ഒരു സംഘടന. ഒരു തൊഴിലാളി സംഘടനയുടെ മാനദണ്ഡമാണോ ശരീരം നൽകിക്കൊണ്ട്? ഇപ്പോ ഇടവേള ബാബുവിന്റെ കാര്യത്തിലാണെങ്കിലും മുകേഷിന്റെ കാര്യത്തിലാണെങ്കിലും അമ്മയിൽ മെമ്പർഷിപ്പിന് വേണ്ടി പണം കൊടുക്കാതെ ശരീരം കൊടുത്താൽ അവിടെ മെമ്പർഷിപ്പ് കിട്ടുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അവരാണ് പവർ ഗ്രൂപ്പിലുള്ളവർ. അത്തരത്തിലാണ് പവർ ഗ്രൂപ്പിലുള്ളതെന്ന് മനസ്സിലാക്കണ്ടേ? മുകേഷ് അടക്കമുള്ളവർ അത്തരത്തിലുള്ള പ്രവർത്തികൾ നടത്തുന്നുണ്ടെങ്കിൽ അത് അയാളുടെ സ്വാധീനം കൊണ്ടാകില്ലേ? എന്താണത്? അതെ അതെ, കറക്റ്റ് ആണ്. ബാക്കിയുള്ളവർക്കെല്ലാം 1.5 ലക്ഷവും 2 ലക്ഷവും കൊടുത്തുകൊണ്ടാണ് അവർ മെമ്പർഷിപ്പ് എടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാൻ 1.5 ലക്ഷം 2 ലക്ഷം കൊടുക്കേണ്ടടുത്ത് സ്ത്രീകൾ കിടന്നു കൊടുത്താൽ മതി എങ്കിൽ ആരാണ് ഈ പവർ ഗ്രൂപ്പിലുള്ളത്? ഇപ്പൊ നടൻ ബാബുരാജിനെ നമ്മൾ ഈ ഇരുന്ന് സംസാരിക്കുന്നത് 10-15 മിനിറ്റ് നേരത്തിനുള്ളിൽ എത്ര പീഡന കഥകൾ വരുമെന്ന് അറിയില്ല സിനിമയിൽ നിന്ന്. കാരണം അത്രത്തോളം അപ്ഡേറ്റഡ് ആകേണ്ട മിനിറ്റ് മിനിറ്റിനാണ് പീഡന കഥകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തോ മിനിറ്റ് വെച്ചാണ് പീഡന കഥകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കേരളത്തിൽ അതെ അതെ അതെ, മിനിറ്റുകൾക്കുള്ളിൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോഴും ഈ പീഡനങ്ങളൊന്നും, ഒരു കാര്യം ഓർക്കണം, നമ്മൾ പീഡനങ്ങളുടെ റേറ്റ് എടുത്ത് നോക്കാറുണ്ട് സാധാരണഗതിയിൽ. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുമായി ബന്ധപ്പെട്ട കണക്കുകൾ എടുത്ത് നോക്കാറുണ്ട്. ആ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ എത്രമാത്രം പൊരുത്തക്കേടാണ്. കേരളത്തിലെ സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രം എത്ര സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടു എന്നതിന്റെ കണക്കുണ്ടോ? അതെ, നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? അപ്പൊ സിനിമയിലേക്ക് പോകുന്ന ഒരു സ്ത്രീക്കും അവിടെ കിടന്നുറങ്ങാനോ ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ കയറി പിടിക്കുക എന്നുള്ളത്, പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ പോകുമ്പോൾ പോലും സ്ത്രീകളെ കയറി പിടിക്കുക എന്ന് പറയുമ്പോൾ എത്രമാത്രം ഗുരുതരമാണ് സിനിമാ സെറ്റുകളുടെ സ്ഥിതി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഇനി നവംബറിൽ കോൺക്ലേവ് വെക്കാമെന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവർ പറയുന്ന ഒരു സിനിമ കോൺക്ലേവ് വെക്കുന്നു, നവംബറിൽ കോൺക്ലേവ് വെക്കാമെന്ന്. സിനിമാ രംഗത്ത് ഇത്തരം പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യേണ്ടത് ഇപ്പോഴും ത്രൂ ഔട്ട് ഷൂട്ടിംഗ് നടക്കുന്നില്ലേ പല സിനിമാ സെറ്റുകളിലും? അവിടെയൊക്കെ സ്ത്രീകളുടെ സുരക്ഷയെ സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ടോ?
യഥാർത്ഥത്തിൽ ഉം. കേരളത്തിലെ സ്ത്രീകളെ ഈ കാമഭ്രാന്തന്മാരുടെ അവിടെ എറിഞ്ഞു കൊടുക്കുകയായിരുന്നില്ലേ കഴിഞ്ഞ 4.5 വർഷമായി സർക്കാർ? അതെ അതെ എന്തുകൊണ്ടാണ് സ്ത്രീകൾ അതെ. ഇപ്പോഴും നമുക്കറിയാം, ഇപ്പോഴും ഈ വിഷയങ്ങൾ പുറത്തു വരുമ്പോഴും ഇവിടെ അല്ല, ഈ WTA സർക്കാരിലുള്ള അടക്കമുള്ള ഒരാളാണല്ലോ ഉയർന്ന മുകേഷ് എന്ന്, പ്രതിഷേധങ്ങൾ നടത്തും. സർക്കാരിലുള്ള ഒരാളാണല്ലോ മുകേഷ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അതെ, സർക്കാർ ഇത് പൂഴ്ത്തി വെച്ചതിൽ ഞാൻ മനസ്സിലാക്കുന്ന, മുകേഷ് മാത്രമല്ല, ചേച്ചി, ഗണേഷും സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു ഈ ലിസ്റ്റിനകത്ത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഞാൻ മനസ്സിലാക്കുന്നത്, സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ കൂടെ ചുക്കാൻ പിടിക്കുന്ന മലയാളത്തിലെ ഒരു വടവൃക്ഷം, ഒരു പ്രമുഖ സൂപ്പർ സ്റ്റാർ, അയാളുടെ പേര് ഈ റിപ്പോർട്ടിനകത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വടവൃക്ഷത്തിന്റെ പേര്, ആ പേര് പുറത്തു വരാതിരിക്കാൻ സർക്കാർ വളരെ ജാഗരൂകരായിട്ട് ഇരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആ പേര് പുറത്തു വന്നു കഴിഞ്ഞാൽ അത് മലയാള സിനിമയുടെ പൈതൃകത്തിനെ തന്നെ വളരെയധികം ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ പേരൊന്നും പറയുന്നില്ല, അയാളുടെ ഒരു പേര് അതിനകത്തുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ട് ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കുക എന്നുള്ളത് സർക്കാരിന്റെ മാത്രം എന്ന് പറയാൻ സർക്കാരിന്റെ മാത്രം ലക്ഷ്യമാണ് ഇത് പുറത്തു വരരുത് എന്നുള്ളത്. അല്ലാതെ ഇവിടെയുള്ള പവർ ഗ്രൂപ്പിന്റെയോ ഈ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ ഇവർക്കെല്ലാം ഈ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് തന്നെയാണ്. 4 കൊല്ലം അത് പൂഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ സർക്കാരിന് തന്നെയാണ്. തീർച്ചയായും ഇത് പൂഴ്ത്തിവെച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്ത സർക്കാരിന്റെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ധനുഷ് ശ്രദ്ധിച്ചിരുന്നോ എന്ന് എനിക്കറിയില്ല. ഈ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഈ റിപ്പോർട്ടിനെതിരെ പ്രതികരിച്ചത് ആരാണ്? കേരളത്തിലെ പൊതുസമൂഹത്തിലെ അറിയപ്പെടാത്ത അല്ലെങ്കിൽ അല്പമെങ്കിലും സാധാരണക്കാരായ ജനങ്ങളല്ലേ? ഇതിനെതിരെ അതെ. ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ പ്രശസ്തരായ ഏതെങ്കിലും ഇനി വനിതാ സാംസ്കാരിക പ്രവർത്തകരടക്കം നായകൾ പ്രതികരിച്ചില്ല. സാംസ്കാരിക നായകന്മാർ പ്രതികരിച്ചിട്ടുണ്ടോ? സാംസ്കാരിക നായകന്മാരെ സംബന്ധിച്ച് നമുക്കറിയാം, അവിടെ എന്താ നടക്കുന്നത്, സാഹിത്യ രംഗത്തും സാംസ്കാരിക രംഗത്തും ഒക്കെ എന്താണ് നടക്കുന്നത് നമുക്കറിയാം. ആരെങ്കിലും ഒരാൾക്ക് വാ തുറന്ന് പറയാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ധൈര്യമുണ്ടോ? അതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കേരളത്തിൽ പീഡിപ്പിക്കപ്പെടാത്ത സ്ത്രീകൾ വളരെ കുറവാണെന്നല്ലേ ഇതിൽ നിന്ന് ബോധ്യപ്പെടേണ്ടത്? ഇരകളും വേട്ടക്കാരും തമ്മിലുള്ള അന്തരം, അതായത് വേട്ടക്കാർ നിരവധി ഉണ്ട് എന്നല്ലേ കാണിച്ചു തരുന്നത്? അതെ അതെ നമുക്കറിയാം ഇതിൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്, ഈ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ആൾക്കാർക്ക് എന്തു തോന്നിവാസവും ഇവിടെ ചെയ്യാമെന്നും അത്തരം കാര്യങ്ങൾ ചെയ്ത് ഏത് ക്രിമിനൽ കുറ്റം ചെയ്താലും അതിനെ ആരും ചോദിക്കാൻ വരില്ല എന്നുമുള്ള ഒരു ധൈര്യമുള്ളത് കൊണ്ടല്ലേ ഇത്തരക്കാർ ഈ സ്ത്രീകളെ ഇങ്ങനെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാൻ തയ്യാറാകുന്നത്? അതെ അതെ യഥാർത്ഥത്തിൽ ഒന്നാം പ്രതിയാകേണ്ടത് ആഭ്യന്തര വകുപ്പാണെന്ന് ഞാൻ പറയും. ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയുമാണ് ഈ കേസിൽ ഒന്നാം പ്രതി. ഇത്രയും കാലം ഈ വിഷയങ്ങൾ അറിഞ്ഞിട്ടും മറച്ചു വെച്ചതിന് മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കേണ്ടതല്ലേ? എന്താണ് അത് ശരിയാണ്. കേരളത്തിൽ എന്താണ് നടക്കുന്നതെന്നാണ് എല്ലാം ചോദിച്ചു. കാരണം ഒരു MLA-ക്ക് നേരെ തന്നെ വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം. ചേച്ചി പറഞ്ഞ ഒരു വാക്ക് വളരെയധികം സ്ട്രൈക്കിംഗ് ആണ്. അത് കാരണം ഈ മുകേഷ് അടക്കമുള്ള ആൾക്കാർക്ക് എന്താണ്, ജസിയെ കൊടുത്ത് മാത്രമേ അമ്മയ്ക്ക് അകത്തേക്ക് കയറാൻ പറ്റൂ. ജസി എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരം തന്നെയാണ് കൊടുക്കുന്നത്, അത് മാത്രം കൊടുത്ത് അകത്തേക്ക് കയറാൻ പറ്റൂ എന്നൊരു ഡിമാൻഡ് വച്ചിട്ട് അതിന് സ്ത്രീകൾ വഴങ്ങേണ്ടി വരുന്നുണ്ടെങ്കിൽ, ആ ചൂഷണത്തിന് സ്ത്രീകൾ ഇരയാകേണ്ടി വരുന്നുണ്ടെങ്കിൽ ആ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മുകേഷ് ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് എന്ന് തന്നെ നമുക്ക് ശക്തമായിട്ട് വ്യക്തമായിട്ട് പറയേണ്ടി വരും. കാരണം ഇതുപോലെ ഒരു സാമൂഹിക പ്രതിനിധിയായിരിക്കുന്ന ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു ആരോപണം വരുമ്പോൾ, ആരോപണമല്ല, ഏറെക്കുറെ 2 സ്ത്രീകളാണ് ഇപ്പോൾ മുകേഷിന് നേരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എന്നിട്ട് പോലും ഇയാളെ മന്ത്രിസഭയിൽ നിന്ന്, അല്ല മന്ത്രിസഭയല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. പുതുതലമുറ സിനിമയുടെ ഭാഗമായി കുറെ ആൾക്കാർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ ചിലപ്പോൾ മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ ചില ഘട്ടങ്ങളിലെങ്കിലും ആക്ഷേപിക്കേണ്ടി വരികയോ സംസാരിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ഒരു മാഫിയ ഉണ്ട് എന്ന് നമ്മളൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള മാഫിയകളുടെ ആരുടെയെങ്കിലും ഒരു ബൈറ്റോ അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? മദ്യവും മയക്കുമരുന്നും അടക്കമുള്ളവ സിനിമയിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറയപ്പെടുന്ന കള്ളപ്പണം, മദ്യം, മയക്കുമരുന്ന്, ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളില്ലേ സിനിമ ഫീൽഡിൽ? എന്തുകൊണ്ടാണ് പുതിയ തലമുറയിലെ സിനിമാക്കാരും ഈ വിഷയത്തിൽ സംസാരിക്കാതിരിക്കുന്നത്? ടൊവിനോ തോമസ് പ്രതികരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ മട്ടാഞ്ചേരി മാഫിയ എന്നാണോ ഞാൻ പറയുന്നില്ല, ടൊവിനോ പ്രതികരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ടൊവിനോ മാത്രമാണ് ആ വിഷയത്തിൽ പ്രതികരിച്ച് കണ്ടത്. ബാക്കി ആരും ആ വിഷയത്തിൽ പ്രതികരിച്ച് കണ്ടില്ല. പക്ഷെ എല്ലാവരും പ്രതികരിക്കണമെന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ ചിലർ പ്രതികരിക്കാതിരിക്കാം. അതിലും നല്ല മനുഷ്യരുണ്ട്, നല്ല നല്ല ആൾക്കാരുണ്ട് എന്ന് നമുക്കറിയാം. കുഞ്ചാക്കോ ബോബൻ അടക്കമുള്ളവർ ഒരു തരത്തിലുള്ള ആരോപണങ്ങളിൽ പെടാത്ത വളരെ മാന്യനായ, അയാളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത്. അങ്ങനത്തെ നിരവധി പേർ സിനിമാ രംഗത്തുണ്ട്. അതൊക്കെ നിലനിൽക്കുമ്പോഴും നമ്മൾ പറയുന്നത്, ഇതിൽ വേലി വിളവ് തിന്നുന്ന സാഹചര്യം ഉണ്ടായാൽ പിന്നെ ആർക്കാരെയാണ് കുറ്റപ്പെടുത്താൻ കഴിയുക? അതെ 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 വളരെ കറക്റ്റ് ആയിട്ടുള്ള അംഗത്വത്തിന് പോലും അങ്ങനെ ശരീരം കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ കൊടുത്താൽ മാത്രമേ സാധിക്കുന്നുള്ളെങ്കിൽ വേലി വിളവ് തിന്നുന്നതല്ലേ ഇതിന്റെ അർത്ഥം? അതെ, ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റും അത് തന്നെയാണ്. കാരണം അമ്മയിലേക്ക് കടക്കണമെങ്കിൽ പോലും ശരീരം കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അപ്പൊ കടന്നു കഴിഞ്ഞാൽ ഈ കാബാലികന്മാരുടെ കയ്യിലേക്കാണ്
യുവനടിമാർ അല്ലെങ്കിൽ യുവതികൾ ചെന്ന് പെടുന്നത്. അകത്തേക്ക് കടക്കണമെങ്കിൽ പോലും ശരീരം ഡിമാൻഡ് ചെയ്യുന്ന ഇവർ അകത്തെത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഡിമാൻഡ് ചെയ്യും. ഇവരുടെ സെക്ഷൽ ഫാന്റസീസ് അല്ലെങ്കിൽ രതി വൈകൃതത്തിന് ഇരയാക്കപ്പെട്ട ധാരാളം യുവതികളുടെ തുറന്നു പറച്ചിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പല ആൾക്കാരും ചോദിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ ഇത് പണ്ട് വെളിപ്പെടുത്തിയില്ല എന്ന്. പണ്ട് വെളിപ്പെടുത്തിയ കുറെ നടിമാരുണ്ടായിരുന്നു, പക്ഷെ പോലീസ് സ്റ്റേഷനിൽ അടക്കം ഈ കാര്യങ്ങൾ കൊണ്ടെത്തിയപ്പോൾ നടിമാരെ അതെ നടിമാരെ അതെ ശബ്ദങ്ങളായിരുന്നു. മാത്രമല്ല ഇവരൊക്കെ ഇൻഫ്ലുവൻഷ്യൽ ആയി നിൽക്കുന്നതുകൊണ്ട് ഒറ്റപ്പെട്ട ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അതെ, ഈ സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ച നടിയും മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച നടിയുമെല്ലാം പണ്ടും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അലൻസിയറിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു, കമലിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു, തെളിവുകൾ സഹിതം രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അതെ അതെ, എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. പക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന ആ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ബലത്തിൽ അവർ സ്ത്രീകളുടെ ആ ബലത്തിൽ ആ കമ്മിറ്റി റിപ്പോർട്ട് ഒരു 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 പുതിയ പാത വെട്ടിത്തുറന്ന് ആ പാതയിലൂടെയാണ് ഇനി ഇവരെല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പാതയിലെ അലയൊലികളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മുകേഷിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുകേഷ് രാജിവെച്ച് പുറത്തു പോകണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അങ്ങനെ രാജിവെച്ചിട്ട് പുറത്തു പോകാൻ മുകേഷ് തയ്യാറാകില്ല. കാരണം അദ്ദേഹത്തിന്റെ പഴയ ഭാര്യ എന്ന് പറയുന്നത് യാതൊരുവിധ ധാർമ്മികതയും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് മുകേഷ് എന്നാണ്. കുടുംബജീവിതത്തിലേക്ക് പോകുന്നതല്ല, മറിച്ച് അവരനുഭവിച്ച ഗാർഹിക പീഡനം അവർ തുറന്നതിന് ഇവിടെ കോട്ട് ചെയ്തതാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.